ക്ലാസ്സിലെ ഫിഖിൽ നിന്നും ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം 8 വിസർജന മര്യാദകൾ. വിസർജന സമയത്ത് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ്. നമുക്ക് പാഠം നോക്കാം. മിക്ക ജീവികളും മലമൂത്ര വിസർജനം നടത്താറുണ്ട്. മനുഷ്യരായ നമുക്ക് മലമൂത്ര വിസർജനത്തിന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചില അദബുകൾ പാലിക്കേണ്ടതുണ്ട്. മനുഷ്യരായ നമുക്ക് മലമൂത്ര വിസർജനം നടത്തുന്നതിന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചില അദബുകൾ, മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അവയിൽ ചിലത് നമുക്ക് പഠിക്കാം. വിസർജന മര്യാദകളിൽ ചിലത് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ, ഖുർആൻ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക. ഖുർആൻ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ നമ്മുടെ ദേഹത്തിൽ നിന്ന്, നമ്മുടെ കയ്യിലോ നമ്മുടെ ശരീരത്തിലോ പോക്കറ്റിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. 2, പാദരക്ഷ ധരിക്കുക. രണ്ടാമത്തെ, ചെരുപ്പ് ധരിക്കുക. 3, തല മറക്കുക. മൂന്നാമത്തെ, തല മറക്കുക. വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക. വിസർജന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ഇടതുകാൽ വെക്കുക. 5, പ്രവേശിക്കും മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി എന്ന് ചൊല്ലുക. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി എന്ന് ചൊല്ലുക. അതിൻ്റെ അർത്ഥം, ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുമ്മ ഇന്നി അള്ളാഹുവെ തീർച്ചയായും, ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ദിക്ർ പഠിച്ചു വെക്കുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അടുത്തത്, വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക. വിസർജിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക. അടുത്തത്, കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക. ഒരു കാരണവുമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക. മൂത്രിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖമോ മുറിവോ കാരണം ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ മാത്രം നിന്ന് മൂത്രിക്കാം. അതല്ലെങ്കിൽ, കാരണമില്ലെങ്കിൽ നിന്ന് മൂത്രിക്കാതിരിക്കുക. അടുത്തത്, വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. വിസർജനം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. വിസർജിക്കുന്ന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക. പുറത്തിറങ്ങുമ്പോൾ വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. അടുത്തത്, പുറത്തിറങ്ങിയ ശേഷം ഉഫ്രാനിക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വ ആഫാനി എന്ന് ചൊല്ലുക. പുറത്തിറങ്ങിയ ശേഷം ഉഫ്രാനിക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വ ആഫാനി ഈ ദിക്ർ ചൊല്ലുക. അതിൻ്റെ അർത്ഥം, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. എന്നെ തൊട്ട് ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുകയും എനിക്ക് സുഖം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും. അതാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. 10, മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. അതായത് ബാത്റൂമിലാണെങ്കിൽ പ്രശ്നമല്ല, അവിടെ ചുമരുണ്ട്, മറയുണ്ട്. അപ്പോൾ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ മറയില്ലാത്ത സ്ഥലത്താണെങ്കിൽ, ചുമരില്ലാത്ത സ്ഥലത്താണെങ്കിൽ, തുറസായ സ്ഥലത്ത് വെച്ചാണെങ്കിൽ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. 11, മലമൂത്രദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. മലമൂത്രദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ്.
അതായത് കാറ്റാണെങ്കിൽ ശുദ്ധിയാക്കൽ നിർബന്ധമില്ല. എന്നാൽ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. 1. മനപ്പാഠം ചൊല്ലാം. ഒന്നാമത്തെ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ട ദിക്ർ. അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. രണ്ടാമത്തെ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നാൽ ചൊല്ലേണ്ട ദിക്ർ. അതിൻ്റെ ഉത്തരം ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. അടുത്തത് ശരി തെറ്റ് അടയാളപ്പെടുത്താം. അതിലൊന്നാമത്തെ, മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കൽ. ഇത് തെറ്റാണ്. മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. 2. മൂത്രപ്പുരയിലേക്ക് ഇടതുകാൽ വെച്ച് കയറൽ. അത് ശരിയാണ്. മൂത്രപ്പുരയിലേക്ക് ഇടതുകാൽ വെച്ച് കയറൽ. 3. കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ. അത് തെറ്റാണ്. കാരണം കൂടാതെ നിന്ന് മൂത്രിക്കാൻ പാടില്ല. 4. മൂത്രപ്പുരയിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങൽ. അത് തെറ്റാണ്. മൂത്രപ്പുരയിൽ നിന്ന് വലതുകാൽ വെച്ച് ആണ് ഇറങ്ങേണ്ടത്. മൂത്രപ്പുരയിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങൽ അത് തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എണ്ണി പറയാം. വിസർജന മര്യാദകൾ. അതിൻ്റെ ഉത്തരം ഒന്നാമത്തെ, ഖുർആൻ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക. 2. പാദരക്ഷ ധരിക്കുക. 3. തല മറക്കുക. 4. വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക. 5. പ്രവേശിക്കും മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് ചൊല്ലുക. 6. വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക. 7. കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക. 8. വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. 9. പുറത്തിറങ്ങിയ ശേഷം ഉഫ്രാനിക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്ന് ചൊല്ലുക. 10. മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. 11. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.